everybody, so welcome back to my YouTube channel. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പനി, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ഹെയർ ഒന്നും കെയർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇപ്പം നല്ല രീതിയിൽ ഡാൻഡ്രഫ് ആയിട്ടുണ്ട്, നല്ല കാറ്റുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അപ്പം ഇന്നൊരു ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു പ്രിപ്പറേഷൻ മാസ്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ കുറച്ച് കുന്തിരിങ്ങ ഫ്രിഡ്ജിലിരുന്ന. പിന്നെ എന്നോട് Q&Aയിൽ കുറേ പേര് ചോദിച്ചായിരുന്നു ഡാൻഡ്രഫ് മാറാനായിട്ടുള്ള. അപ്പം ഇത് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് പുറത്തുനിന്ന് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, ബേസിക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഹോം റെമഡീസ് വെച്ചിട്ട് ഡാൻഡ്രഫൊക്കെ മാറാൻ വളരെ നല്ലൊരു പാക്കാണ്. സോ നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെമ്പരത്തി വരയ്ക്കാം. നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് താളി ഉണ്ടാക്കാനായിട്ടാണ്. അത് നല്ലതാണ്, ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ല. അപ്പോൾ ദേ ഇവിടെ വീട്ടിൽ തന്നെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്പരത്തി വയ്ക്കാം. ഇവിടെ കുറേ ചെടികളുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമ്മൾ പൂ പറിക്കുമ്പോൾ ഇത് കണ്ടോ, 1 2 3 4 5 ഇതളുള്ള ചെമ്പരത്തിയുടെ ഇലയാണ് നമുക്ക് വേണ്ടത്. കാരണം വ്യത്യാസം ഉണ്ടാണ്ട് അവിടെ കണ്ടോ, അങ്ങോട്ടേക്ക് ഇത് കണ്ടോ, ഇത് കട്ടച്ചെമ്പരത്തിയാണ്. ഇതിൻ്റെ ഇല അല്ല നമ്മൾ താളിക്ക് ഉപയോഗിക്കും, നമ്മൾ ഈ ഇലയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം താളിക്കുള്ള ഇല വേണം. ഇവിടെ എപ്പോഴും നിറയെ പൂക്കൾ കാണും, കാരണം അമ്മൂമ്മ ഇവിടെ വിളക്ക് കത്തിക്കാനായിട്ട് ഈ പൂ കുറേ എടുക്കും. പക്ഷെ നെക്സ്റ്റ് ഡേ നമുക്കിതിൻ്റെ ഇരട്ടി കാണും. അതുകൊണ്ട് നമുക്ക് പൂവിന് വലിയ പ്രശ്നമില്ല. ഇത്രയും മതി. നമ്മൾ ചെമ്പരത്തി എല്ലാം പറിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനമാണ് അലോവേറ. സോ ഇത് അലോവേറ. നമുക്കിത് കട്ട് ചെയ്യാം. എൻ്റെ മുടിക്ക് ആവശ്യത്തിനുള്ള മാത്രം ഞാൻ എടുക്കുന്നത്. നമുക്ക് അടിയിൽ കട്ട് ചെയ്യാം. യെസ്, ഇതുണ്ടോ, ഇതിലൊരു യെല്ലോ സാധനം ഉണ്ട്, ഒരു മഞ്ഞ ഈ ഒരു ജെല്ല്. ഇത് ആക്ച്വലി കളയണം. ഞാനിതിടയ്ക്ക് ഫേസിലും മുടിയിലൊക്കെ പറയുമ്പോൾ എനിക്ക് ചൊറിയും, മുഖത്ത് വരട്ടുമ്പോൾ ഇങ്ങനെ ചൊറിച്ചിൽ വരും. അതുപോലെ ഇവിടെ കഴുത്തിൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ ഈ ഒരു മഞ്ഞ സാധനം ഇത് കളയണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സൈഡൊന്ന് കട്ട് ചെയ്യാണ്. ഇത് 2 സൈഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. ഇതിന് നമുക്ക് കഴുകാം. കഴുകിയിട്ട് ഈ യെല്ലോ ഒക്കെ കളഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അലോവേറയും താളിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല വൃത്തിക്ക് ഇത് കഴുകണം. കാരണം ഇതിൻ്റെ യെല്ലോ ഇതൊക്കെ പോകണമെങ്കിൽ ഇതൊന്ന് വാഷ് ചെയ്യണം. അപ്പോൾ അലോവേറ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലോട്ട് ഇടാം. ഇനി ഈ താളി ഇതിൻ്റെ ഇലകളെല്ലാം നമ്മൾ ഇതിങ്ങനെ പിച്ച് കാണുന്നുണ്ട്. ആണോ? ഓക്കെ, നമ്മുടെ 3rd ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കണം. പക്ഷേ ശരിക്കും കുതിർന്നില്ല. പിന്നെ ഇത് തലേ ദിവസം രാത്രി വേണം നമ്മൾ വെള്ളത്തിലിടാൻ. ഒരു മിനിമം ഒരു 13 to 15 hours എങ്കിലും ഇത് വെള്ളത്തിൽ ഇങ്ങനെ അലിയിച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതും ആദ്യം നമ്മൾ ചെയ്ത താളിയും പിന്നെ നമ്മുടെ അലോവേറ ജെല്ലും ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡറല്ല മിക്സിയിലിട്ടിട്ട് അരയ്ക്കണം. ഉലുവ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോഴത്തേക്കിനും ഈ ഒരു കൺസിസ്റ്റൻസി വരണം, അതിങ്ങനെ ഉടയുന്ന രീതിയിൽ. ഇനി നമ്മൾ ഈ കുറച്ച് ഉലുവയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം.
പിന്നെ ഈ ഉലുവ ഇട്ട വെള്ളം ഇല്ല, ഇത് ആക്ച്വലി വളരെ നല്ലയാ, മുടിക്ക് നല്ലയാ ഈ വെള്ളം. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഈ ഒരു യെല്ലോ വെള്ളം. ഓക്കെ, നമ്മുടെ ഫോർത്ത് ഇൻഗ്രീഡിയൻറ്റ് റൈസ് വാട്ടർ, അതായത് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കഞ്ഞിവെള്ളം മുടിക്ക് വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഈ കഞ്ഞിവെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം. കാരണം നമ്മൾ ഉലുവയുടെ വെള്ളം ഓൾറെഡി ഒഴിച്ചു, അപ്പോൾ ഒത്തിരി വെള്ളം പോലെ ആവാണ്ടിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കും. ഇതിനി നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി, ഒത്തിരി വെള്ളമായി. പക്ഷെ എന്നാലും ഇത് ഇച്ചിരി കൂടുതലാണ്, പക്ഷെ സാരമില്ല, ഇനി അരിച്ചാൽ കുറേ വെള്ളമാവും. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. സോ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കുറച്ച് എണ്ണ തൂക്കാം. ഇത് ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്ത് ഓൺലൈൻ വഴി. ഇതാകുമ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഇട്ട് ചെയ്യേണ്ടത്. ഇതിങ്ങനെ എല്ലാ സ്കാൽപ്പിലും മുടിയുടെ എല്ലാ ഭാഗത്തും എത്തും. ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അമ്മ എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ മമ്മി? ഹലോ പറ. ഹലോ ഹലോ. ഇത് ആക്ച്വലി എണ്ണ തൂക്കണം നിർബന്ധമില്ല. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ദിവസമായിട്ട് മുടി നോക്കാൻ പറ്റത്തില്ല. മുടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക. ഈ എൻഡൊക്കെ ഭയങ്കര സ്പ്ലിറ്റൻസ് ഒക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ എണ്ണ പറ്റുക. നിങ്ങൾക്ക് എണ്ണ സ്കിപ്പ് ചെയ്യണമെങ്കിൽ എണ്ണ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ മസാജ്. തൂത്തോ? നല്ല സൂപ്പർ. നമ്മളിങ്ങനെ ആക്ച്വലി ഓയിൽ ഇങ്ങനെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മുടിക്ക്. നമ്മുടെ എന്താ പറയുക, ഹെയർ ലോസ് ഒക്കെ നല്ല രീതിയിൽ പോകും. ആക്ച്വലി എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. എൻ്റെ മുടി നല്ല രീതിയിൽ പൊഴിയുന്നുണ്ടായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ ഇച്ചിരിയെങ്കിലും ഇരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ്, ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കി ഈ ഒരു മാസ്ക് ആക്ച്വലി വളരെ നല്ല ഹെയർ മാസ്ക്, ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് വളരെ നല്ലൊരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം മാത്രം ഇടാതെ നമ്മൾ ഇടയ്ക്കൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യണം. പിന്നെ ഹെയർ ഫോള് ഡാൻഡ്രഫ് കൊണ്ട് മെയിനായിട്ട് ഉണ്ടാവും. പിന്നെ ഈ വിറ്റമിൻ ഡി ഒക്കെ കുറവാണ്. എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വിറ്റമിൻ ഡി എന്ന് പറയുന്ന സാധനമേ എനിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, മരുന്ന് കഴിച്ചു. എന്നിട്ടാണ് ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും ഹെയർ ഫോള് മാറി. ഇപ്പം എൻ്റെ നല്ല രീതിയിൽ മാറി അല്ലേ മാം? അപ്പോൾ നമ്മൾ ഇപ്പോൾ മാസ്ക് അപ്ലൈ ചെയ്യാണ്. ഞാനിപ്പോൾ ഈ ഒരു മാസ്ക് നമ്മൾ താളി എടുത്തു, പിന്നെ അലോവേറ എടുത്തു, പിന്നെ ഉലുവ എടുത്തു, കഞ്ഞിവെള്ളം. ആക്ച്വലി റൈസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കഞ്ഞിവെള്ളം എന്ന് പറയും. ഈ കൊറിയൻ ആൾക്കാർക്ക് റൈസ് വാട്ടർ എന്ന് പറയും. ഇത് ആക്ച്വലി ഭയങ്കര നല്ലതാണ്. മുടിക്ക് നല്ല സോഫ്റ്റ് ആവും. ഈ മുടിയുടെ ഒരു ഡ്രൈനെസ് എല്ലാം മാറി മുടി നല്ല സോഫ്റ്റ് ആവും. നമ്മളിതിങ്ങനെ ഈ സ്കാൽപ്പിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ടിപ്സ്. അതായത് ഈ ഡാൻഡ്രഫ് ഒക്കെ മാറും. ഒരു പരിധി വരെ നമ്മൾ ഈ ഒരു ഹെയർ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറും. പിന്നെ നമ്മളിപ്പോൾ ഓയിൽ യൂസ് ചെയ്തു, ഇപ്പം ഞാൻ ഓയിൽ യൂസ് ചെയ്തു. നമ്മൾ എന്ത് മാസ്ക് ഇട്ടെന്ന് പറഞ്ഞാലും ഓയിൽ നല്ല രീതിയിൽ വാഷ് ചെയ്യുക. നല്ലൊരു ഷാമ്പൂവും കണ്ടീഷണർ യൂസ് ചെയ്യുക. എന്നിട്ട് ഓയിൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. കാരണം നമ്മൾ ഈ ഓയിൽ പുരട്ടിയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബെഡിലും ഒക്കെ ഈ ഓയിലാവും. നമ്മളിങ്ങനെ തല വെച്ച് കിടക്കുമ്പോഴത്തേക്കിനും ഓയിൽ എന്തായാലും പില്ലോയിലൊക്കെ വരും. അപ്പം ആ ഓയിലായിരിക്കും പിന്നെ നമ്മുടെ മുഖത്തും ഒക്കെ ആവുന്നത്. അപ്പം ഒരു പരിധി വരെ ഓയിൽ യൂസ് ചെയ്തിട്ട് കിടക്കരുത്. നല്ല രീതിയിൽ നമ്മൾ ഷാമ്പു വാഷ് ചെയ്തിട്ട് വേണം കിടക്കാൻ. പിന്നെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എന്തൊക്കെ സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ബെഡ്ഷീറ്റും പില്ലോയും ടവലും തോർത്തൊന്നല്ലേ, ടവലും മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെ ആവും. കാരണം ഇപ്പം നമ്മൾ ഇന്ന് നല്ല രീതിയിൽ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ട് നമ്മൾ അതേ
ടവൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും തല തോർത്തുവാണെങ്കിൽ ആ ഉള്ള ബാക്ടീരിയസ്, ആ ടവലിലൊക്കെ ഉള്ള ബാക്ടീരിയസ് പിന്നെയും നമ്മുടെ തലയിലോട്ട് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ടവൽ മാറ്റണം. പിന്നെ പില്ലോ വീക്ക്ലി വൺസ് എന്നാണ് പറയുന്നത്. വീക്ക്ലി വൺസ് യു ഹാവ് ടു ചേഞ്ച് ദ പില്ലോ കവർ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റുക. ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു തേർഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ കോംബ്. നമ്മൾ ചീപ്പ് കഴിവതും വാഷ് ചെയ്യുക. എല്ലാ ദിവസവും നൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പലരുടെയും കോമ്പും കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മുടി സംരക്ഷണത്തെ കുറിച്ച്? താളി ആക്ച്വലി നല്ലതല്ലേ? പണ്ടൊക്കെ ആരും ഷാമ്പൂ ഒന്നും ഉപയോഗിക്കത്തില്ലല്ലോ. അമ്മയ്ക്ക് ആക്ച്വലി ഇത്രയും മുടി ഉണ്ടായിരുന്നു. എൻ്റെ ഈ പ്രായത്തിലൊക്കെ അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ഇവരൊക്കെ താളി മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്നല്ലേ? എന്ത് കുളത്തിലൊക്കെ പോയിട്ടല്ലേ താളിയൊക്കെ ഇങ്ങനെ അരച്ച്. ഞാനിപ്പോൾ മിക്സിയിലല്ലേ, പക്ഷെ ഇവരൊക്കെ മറ്റേ കല്ലുമ്മേൽ ഇങ്ങനെ അരച്ചിട്ടാ ഒക്കെ പറ്റിക്കൊണ്ട്. എല്ലായിടത്തും ആയോ? ഇവിടൊക്കെ ഇങ്ങനെ സ്കാൽപ്പിൽ അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ നമ്മുടെ തലയിലേക്ക് ആക്കുക. അപ്പം ഇതാണ് മാസ്ക്. അപ്പോൾ ഈ പറഞ്ഞ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡാൻഡ്രഫ് ഒരു പരിധി വരെ പോകുന്നത്. ഇപ്പോൾ ഡാൻഡ്രഫിന് കുറേ ഷാമ്പൂസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി അതെല്ലാം ഭയങ്കര കെമിക്കലാണ്. നമ്മുടെ ഒത്തിരി ഹെയർ ഫോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഹെയർ മാസ്കും കൂടി ഇടുവാണെങ്കിൽ വളരെ നല്ലതാണ്. കെട്ടിവെച്ചു. ഓക്കെ, ഞാൻ കെട്ടിവെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇത് ബാക്കിയുണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് നെക്സ്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ എനിക്കൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പനി വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ തണുപ്പ് ചെല്ലുമ്പോൾ. പിന്നെ ഇത് അധികം നേരം ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരിക്കണം എന്നൊന്നുമില്ല. ഒത്തിരി നേരം തലയിൽ വെച്ചുകൊണ്ടിരുന്നാൽ മുടി വളരും എന്നുള്ള ഒരു മിത്തൊന്നുമില്ല. ജസ്റ്റ് കുറച്ചൊന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളയുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഷാംപൂ പ്ലസ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് എണ്ണ നല്ലപോലെ സ്കാൽപ്പിൽ നിന്നും കളയണം. ചെയ്തോ? ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. നല്ല രീതിയിൽ ഒന്നുകൂടെ വട്ടം കിട്ടിയോ? പണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ബാക്കി നമ്മുടെ അല്ലല്ലോ വരട്ടണോ? ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഹെയർ വാഷ് ചെയ്തിട്ട് ബാക്കി കാണാം. ഇപ്പൊ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഈ ഉലുവയൊക്കെ ഇട്ടുകൊണ്ട് മുടിയിൽ ഇങ്ങനെ ചിലപ്പോൾ കട്ട ഇരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ ഷാമ്പു ഇട്ടിട്ട് മുടി ഇങ്ങനെ നനയുമ്പോഴേ നമ്മളിങ്ങനെ ഉണങ്ങാതെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടും. സോ അത് ഒന്ന് ഡ്രൈ ആവുന്ന വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചീപ്പിട്ടിട്ട് കോമ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ പൊടി തന്നെ പൊക്കോളും. അപ്പം നമ്മളിത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ടിപ്സ് എല്ലാം ഒരേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും ഹെയർ ഫോളിന്. ഇപ്പോൾ ഞാൻ പറഞ്ഞ റെമഡീസൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഈ 3 ടിപ്സ് ഓർക്കുക. ഒന്ന്, നമ്മൾ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ മാറ്റുക, പില്ലോ മാറ്റുക. പിന്നെ കോമ്പ് പറ്റുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ കഴുകി യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ഉണക്കിയിട്ട്. ഡാൻഡ്രഫും കാര്യങ്ങളും വേറൊരാളുടെ കോമ്പ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നല്ലൊരു ഷാമ്പൂവും കണ്ടീഷണർ യൂസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഹെയറിൽ നമ്മൾ എന്തെങ്കിലും സിറവോ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതേപോലെ ഹെയർ കെയറൂടെ ട്രൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ വീക്ക്ലി വൺസ് ഒക്കെ ഇങ്ങനെ ചെയ്യുക. പിന്നെ ജലദോഷവും പനിയുള്ളവരൊക്കെ ഒത്തിരി നേരം ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഇതിന് നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പ് നമ്മുടെ തലയിലേക്ക് ഇറങ്ങും. പിന്നെന്താ, ഇൻഗ്രീഡിയൻസിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് റൈസ് വാട്ടർ. കഞ്ഞിവെള്ളം വളരെ നല്ലതാണ്. അതാണ് നമ്മുടെ മുടിക്കൊരു സോഫ്റ്റ് ടെക്സ്ചറൊക്കെ കൊണ്ടുവരുന്നത്. കഞ്ഞിവെള്ളം ഇപ്പോൾ ചുമ്മാ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, തല ഇങ്ങനെ മുക്കിയിട്ട് കഞ്ഞിവെള്ളം, അത് ഭയങ്കര രസമാണ്. മുടി നല്ല സോഫ്റ്റാവും. ഓക്കെ,
അപ്പം നമുക്ക് മുടി വാഷ് ചെയ്യാം. ഹലോ, അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ വാഷൊക്കെ ചെയ്തു. ആക്ച്വലി ഇത് കണ്ടോ, നമ്മൾ എപ്പോഴും ഹെയറിൽ ഇങ്ങനെ ഭയങ്കര കട്ടിയുള്ള ടവലിട്ട് ഒരിക്കലും റബ്ബ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഇട്ട് ചെയ്യുന്ന പോലെ വേണം നമ്മൾ തലയും അതുപോലെ തന്നെ കെയർ ചെയ്യുന്നത്. ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയത്. ഇതൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. മുടി പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ തോർത്തൊക്കെ ടവലാണെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഇവിടെ കണ്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉള്ളത് കൊണ്ട് മുടി ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് മുടി ഉണങ്ങുകയും ചെയ്യും. പിന്നെ നമ്മളിപ്പം മാസ്ക് എല്ലാം ഇട്ടത് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നല്ലൊരു കണ്ടീഷണറും ഷാമ്പു അപ്ലൈ ചെയ്തു. പിന്നെ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുടി ഉണങ്ങിയതിന് ശേഷം ഒരു വൈറ്റ് കോംബ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ മുടി ചീകാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ അവിടെ ഇരിക്കും. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുടി ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് വൈറ്റ് കോംബ് ഇട്ടിട്ട് മുടി ഇങ്ങനെ കുറേശ്ശെ ചെയ്യുക. അപ്പോൾ ആ പൊടി, നമ്മൾ ആ ഉലുവയുടെ പൊടിയും ആ താളിയുടെ പൊടിയൊക്കെ പോയിക്കോളും. അല്ലെങ്കിൽ അതിങ്ങനെ മുടി ഇങ്ങനെ കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. കഴിവതും ഷാമ്പും കണ്ടീഷണർ ഇട്ട് കഴുകുക, അപ്പോഴത്തേനും മാക്സിമം അത് പോവും. ഇനി ഞാൻ നിങ്ങളെ ഹെയർ ഒന്ന് അഴിച്ചിട്ടിട്ട് ഒന്ന് കുറച്ച് ഡ്രൈ ആയതിന് ശേഷം കാണിക്കാം. ഹലോ, അപ്പോൾ മുടി ഇതേ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? മുടിയിൽ ഇപ്പോൾ എൻ്റെ തരിതരിപ്പൊക്കെ പോയി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസാണ് കാണേണ്ടതെങ്കിൽ യു ക്യാൻ കമൻറ്റ്. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് ഞാനിപ്പോൾ പറഞ്ഞ മാസ്ക് വളരെ നല്ലതാണ്. ആ കൂടെ ഞാൻ പറഞ്ഞ 3 ടിപ്സ് ഉണ്ട്. ആ 3 ടിപ്സ് മനസ്സിൽ വേണം. അതനുസരിച്ചിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ റൂട്ടീനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡാൻഡ്രഫ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ ഇത് ഗേൾസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല, ബോയ്സിന് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ.